കയ്യിലുള്ള നാറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി ഏഴാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. ബന്ധം ബലാത് അധ ബലാദധ ബലേന ബലോത്തരം ത്വം ഭൂയഃ ബല ഉദ്യമ രസേന ബലോദ്യമരസേന മുമോചിതയേനം മുമോചിതൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കഹ അന്യഃ തതഃ കോന്യസ്തതോ ഹി ബലപൗരുഷവാൻ തദാനീം ബലപൗരുഷവാൻസ്തദാനീം. ഇവിടെ എന്തുകൊണ്ട് ജരാസന്ധനെ വധിക്കാതെ വിട്ടയച്ചു എന്നതിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. അഥ അനന്തരം ബലേന ബലഭദ്രനാൽ ബലാത്ത് ബന്ധം ബലാത്കാരേണ പിടിച്ചു കെട്ടിയവനും ബലോത്തരം അസാമാന്യമായ ബലശാലിയുമായിട്ടുള്ള ഏനം ഈ ജരാസന്ധനെ ഭൂയഃ വീണ്ടും ബല ഉദ്യമ രസേന ബലം സൈന്യബലം ആ സൈന്യബലം ഉദ്യമം വീണ്ടും പടകൂട്ടിയിട്ട് വരും എന്നതിൽ രസേന അതൊരു കളിയാക്കാം എന്ന് വെച്ചാൽ ഒരു കളി കളിക്കാം, ഈ ജരാസന്ധനെ ഇട്ടൊന്ന് കളിപ്പിക്കാം എന്ന രീതിയിൽ അതൊരു രസമായിട്ടെടുത്തിട്ട് ത്വം ഭഗവാനെ അങ്ങ് മുമോചിത ആ ജരാസന്ധനെ വിട്ടയച്ചു. ആദ്യം ബലാത്കാരേണ പിടിച്ചുവെച്ചു, പക്ഷെ വീണ്ടും വിട്ടയച്ചു. അതിനുള്ള കാരണമാണ് പറയുന്നത്. ആ അസാമാന്യ ബലശാലിയായിട്ടുള്ള ജരാസന്ധൻ വീണ്ടും സൈന്യത്തെ കൂട്ടിവരും. അപ്പോഴും വീണ്ടും എന്ത് ചെയ്യാം? ആ സൈന്യത്തെ മുഴുവൻ വധിച്ചു കളയാം, ജരാസന്ധനെ വീണ്ടും വിട്ടയക്കാം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിശേഷ ദിഗ്ജയ സമാഹൃതം ദിഗ്വിജയം നടത്തിയ ഒരു ചക്രവർത്തിയാണ് ഈ ജരാസന്ധൻ. അപ്പൊ ആ ഭൂമിയിലെ തന്നെ ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് അവിടെ നിന്നൊക്കെയുള്ള സൈന്യത്തെ തന്റെ സൈന്യമാക്കി വെച്ചിരിക്കുകയാണ് ജരാസന്ധൻ. അതാണ് നിശേഷ ദിഗ്ജയം, നിശേഷമായിട്ടുള്ള ഒരുപാട് ദിഗ്വിജയം നടത്തി സമാഹൃതം സമാഹരിച്ച വിശ്വസൈന്യാത് സമസ്ത സൈന്യങ്ങളുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും സൈന്യമുള്ള തതഹ ആ ജരാസന്ധനേക്കാൾ ബലപൗരുഷവാൻ ആ കാലത്ത് അതിലും കരുത്തും പൗരുഷമുള്ളവനുമായിട്ട് തദാനീം ആ കാലത്ത് കഹ അന്യഹാഹി ആരാ ഉണ്ടായിരുന്നത്? ആരും ഉണ്ടായിരുന്നില്ല. അത്രയധികം സൈന്യബലം ഈ ജരാസന്ധന് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് ഭഗവാൻ ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ വന്ന ഈ 23 അക്ഷൗഹിണി ഒന്നുമല്ല, ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഉണ്ട് അവിടെ ഇനിയും ബാക്കി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓരോ തവണയും ജരാസന്ധനെ വെറുതെ വിടുക. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലെ അക്ഷൗഹിണി സൈന്യവുമായിട്ട് വരും. വീണ്ടും ഈ സൈന്യത്തെ മുഴുവൻ വധിച്ചു കളയുക, വീണ്ടും വെറുതെ വിടുക, അങ്ങനെ വീണ്ടും വരും. ഇങ്ങനെ ഒരു രസം, അങ്ങനെ കളിക്കാം, അങ്ങനെ ഒരു കളി കളിക്കാം എന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ ആ ജരാസന്ധന്റെ സൈന്യത്തെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് എന്ന ആ ഒരു അതിബുദ്ധിയോടുകൂടിയാണ് ഇവിടെ ഭഗവാൻ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ബലാത്കാരേണ പിടിച്ചുവെച്ചിട്ടും ജരാസന്ധനെ പിടിച്ചുവെച്ചിട്ടും ഭഗവാന് നിഷ്പ്രയാസം വധിക്കാം എന്നതുകൊണ്ടും എന്നിരുന്നിട്ടും ജരാസന്ധനെ വെറുതെ വിട്ടത്. ശ്ലോകം 7. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വാം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാംസ്തദാനീ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ ഗുരുക്കന്മാരെയും നമ്മുടെ വംശത്തിലെ പിതൃജനങ്ങളെയും കുലദേവത, പരദേവത, കുടുംബദേവത എല്ലാവരും ഓർക്കണം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും ഓർക്കാം, വേദവ്യാസനെയും ഓർക്കാം. നമ്മളിവിടെ ദശകം 77 7-ാം ശ്ലോകത്തിലേക്ക് വരികയാണ്. ഭഗവത് ലീലകളുടെ മറ്റു ചില വശങ്ങൾ നമുക്ക് കാണാം. ഇവിടെ മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ ഭൂഭാരം തീർക്കാനുള്ളതായ ലീലകളാണ് തുടങ്ങുന്നത്. 23 അക്ഷൗഹിണിയായിട്ട് വന്നതായ ജരാസന്ധൻ്റെ ആ വിപുല സൈന്യത്തിനെ വളരെ കുറച്ച് സൈന്യങ്ങളോടുകൂടി ദേവലോകത്ത് നിന്ന് ലഭിച്ച രഥങ്ങളും മറ്റ് സഹായം കൊണ്ടും ആ 23 അക്ഷൗഹിണിയും തോൽപ്പിച്ചു. ആ സമയത്ത് ബലരാമൂർത്തി ജരാസന്ധനെ കെട്ടിയിട്ടു എന്നാണ് പറയണത്. 10,000 ആനകളുടെ ശക്തി ജരാസന്ധന് ഉണ്ടായിരുന്നു അത്രേ. ബുദ്ധിജ്ഞാനാദി ബലങ്ങളിലും വളരെ ഉത്തമനായിരുന്നു ജരാസന്ധൻ. അതായത് പറയണത് ജരയാൽ സന്ധി ചെയ്യപ്പെട്ടവനെന്നും മരണത്തിനോട് സന്ധി ചെയ്യപ്പെട്ടവനെന്നും അതിനർത്ഥം പറയുന്നുണ്ട് പല ഭാഗങ്ങളിൽ. അങ്ങനെ ബലരാമൂർത്തി ബന്ധിച്ചു ജരാസന്ധനെ. പക്ഷെ ഭഗവാൻ വളരെ രസമായി തന്നെ ഏട്ടനോട് പറയുകയാണ്, മോചിപ്പിച്ചോളൂ. കാരണം അക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിക്കുകളും തൻ്റെ സാമ്രാജ്യത്തിന് ചുറ്റുപാടുള്ളതായ മിക്ക രാജ്യങ്ങളും കീഴടക്കി. അവിടെ നിന്നെല്ലാം സൈന്യങ്ങളെ ധാരാളം സമാഹരിച്ചിട്ടുണ്ട് ജരാസന്ധൻ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ ജരാസന്ധനെ പോലെ ബലവും പൗരുഷവും ഉള്ളവരായിട്ട് ശരിക്കു പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും പ്രബലനാണ്. ധാരാളം സൈന്യങ്ങളും അദ്ദേഹത്തിൻ്റെ വശത്തുണ്ട്. ഭഗവാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് ജരാസന്ധനെ വധിച്ചാൽ ഭൂഭാരം ഇല്ലാതാക്കുക എന്നുള്ളതായ തൻ്റെ ദൗത്യം പൂർണ്ണമാവാൻ സാധ്യമല്ല. മാത്രമല്ല തൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ളതായ യോഗം ജരാസന്ധന് ഇല്ലാത്തേ. അതുമാത്രമല്ല ആ ബലവാനോട് എതിർക്കാനുള്ളതായ ഒരു രസവും ഭഗവാനുണ്ട്. എപ്പോഴും ഭഗവാൻ ബലവാന്മാരോട് താല്പര്യമുള്ള ആളാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവത് ഭക്തന്മാർ ബലവാന്മാരായിരിക്കാം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ. അതും ഇവിടെ നമ്മൾ അറിയേണ്ടതാണ്. അതുമാത്രമല്ല തൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ളതായ യോഗമില്ല എന്ന് മാത്രമല്ല, ഭീമസേനൻ്റെ കൈകൊണ്ടാണ് മരിക്കാനുള്ള യോഗം എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഇവിടെ ജരാസന്ധനെ മോചിപ്പിച്ചത്. അറിയാം പ്രതികാര മനസ്സോട് കൂടിയിട്ട് വീണ്ടും സൈന്യങ്ങളെ കൂട്ടി വരും. അങ്ങനെ തനിക്ക് അധികം ബുദ്ധിമുട്ടാണ്ട് തന്നെ തൻ്റെ അവതാര ദൗത്യമായിരിക്കുന്ന ഭൂഭാര ഇല്ലാതാക്കുക എന്നുള്ളതായ ദൗത്യം കുറേയും കൂടി എളുപ്പമാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഭഗവാൻ. അങ്ങനെ ജരാസന്ധനെ മോചിപ്പിച്ച കഥയാണ് ഈ ഒരു 7-ാം ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. നോക്കൂ, എത്ര രസകരമാണ് ഭഗവാന്റെ ഓരോ ചെയ്തികൾ.
ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഒരു ദീർഘദൃഷ്ടി നമുക്കുണ്ടാവണം. എന്ത് ചെയ്യുമ്പോഴും എടുക്കുക, കുടിക്കുക, മരിക്കുക എന്നുള്ള പോലെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വരും വരായികളെ പറ്റിയിട്ട് പറയും. വേണ്ട വിചാരം, വീണ്ട വിചാരം, ഇത് രണ്ടും നമുക്ക് വേണം. നല്ലോണം ആലോചിച്ചും അതുപോലെ നിശ്ചയിച്ചൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എടുത്ത് ചാടി ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ചിലപ്പോൾ ദുരിതം തരുന്നതാവും. നമ്മുടെ ഇടയിലുള്ളതായ എല്ലാവരെയും ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഈ ദീർഘദൃഷ്ടിയോ അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളതായി പദ്ധതി ഒരുക്കുന്ന കാര്യത്തിലൊക്കെ പല ആൾക്കാരും പരാജയപ്പെടുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതമൊക്കെ കുറച്ച് ദുരിതമയം ആയിത്തീരുന്നത്. ഇവിടെ ഭഗവാൻ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടും ആണ് ഓരോ അവതാരങ്ങൾ പോലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളും ഇതിൽ നിന്നൊക്കെ കുറേ പാഠം പഠിക്കാനുണ്ട്. എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ടുകൊണ്ടും അദ്ദേഹത്തിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിതം ധന്യമാക്കണം നമ്മൾ. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.